ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസസ് കട്ട് കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി കയറി നോക്കിയാൽ മതി, നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഭാഗമില്ലേ, അതിനെ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും യോജിപ്പിച്ചെടുക്കാം. ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രിൻസസ് കട്ട് പോലെ തന്നെ അതും നമ്മൾ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടിങ് വീഡിയോയിൽ ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ്ങും നമ്മൾ ഇതുപോലെ തന്നെ ഈ പീസുകൾ യോജിപ്പിച്ചെടുക്കുക. കുർത്തിയുടെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ പീസുകൾ യോജിപ്പിച്ചെടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് കട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ യോജിപ്പിച്ച് ഫുള്ളായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങും. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനത് യോജിപ്പിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് പീസിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇങ്ങനെ പ്രിൻസസ് കട്ടിൻ്റെത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ലൈനിങ്ങും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് കാണിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് പീസിൻ്റെ ഉള്ളിൽ, അതായത് ഈ കുർത്തിയുടെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ എല്ലാ വശത്തൊന്നും അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടത് കാണാൻ പറ്റുന്നുണ്ട്. ലൈനിങ്ങിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ്, അപ്പോൾ പ്രിൻസസ് കട്ട്, അപ്പോൾ അത് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ട് ഇത് നേരെ കുർത്തിയുടെ അടിയിൽ വെക്കും. കുർത്തി മെറ്റീരിയലിൻ്റെ അടിയിൽ വെക്കുന്നു. അതിൻ്റെ 4 വശം നമ്മൾ അടിക്കുന്നു. അതിനുശേഷം നമ്മൾ കഴുത്തടിച്ചിട്ടില്ല. കഴുത്തടിക്കാതെ തന്നെ നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചു. ഒരു ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഷോൾഡർ അടിച്ചിട്ടുള്ളൂ. ശേഷം നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത ശേഷം നമ്മളത് ഷോൾഡർ അടിക്കാത്ത ഭാഗത്തൊന്ന് ഇങ്ങനെ ചുറ്റി വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്പുറം വരെ അടിച്ച് വരെ 4 ഇഞ്ച് തയ്യൽ തുമ്പൽ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടോളൂ. അപ്പോൾ സാധാരണ നമ്മൾ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് അടിച്ച് അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചൊക്കെ അഡ്വാൻസ് ആയിട്ട് അറിയുന്നവർക്ക് ഈ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒട്ടും ബേസിക് അറിയാത്തവർക്ക് നമുക്ക് ബേസിക് കുർത്തിയുടെ ക്ലാസ്സൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമുക്കിത് നോക്കിക്കത് ഇത് ഇപ്പം നമ്മൾ നേരത്തെ ആ ഒരു ചെയ്ത പീസില്ലേ, അതായത് ക്രോസ് പീസ് അതിൻ്റെ മേലെ വെച്ച് അടിച്ചത്, അതിന് സാധാരണ ബ്ലൗസിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഉള്ളിലോട്ടൊന്ന് മറച്ചിട്ടിട്ട്, ഇത് കണ്ടത് ഇങ്ങനെയാണുള്ളത്, ഇത് കണ്ടോ, അതിനെ ഉള്ളിലോട്ട് ഇങ്ങനെ മറച്ചിട്ടു, വീണ്ടും അതിന് ഉള്ളിലോട്ട് മറച്ചിട്ടിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഷോൾഡർ കൂടി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ക്രോസ് പീസിനെ ഉള്ളിലോട്ട് മറിച്ചിട്ടു, തയ്ച്ച് മടക്കി ഉള്ളിലോട്ട് മറച്ചിട്ടു, എന്നിട്ട് ഷോൾഡറും കൂടിയിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവാണ് കൊടുക്കുന്നത്. നല്ല ഷേപ്പ് കിട്ടും പ്രിൻസസ് കട്ട്. നമ്മൾ എനിക്ക് വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് പറയാത്ത നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒതുങ്ങി നിൽക്കും. അല്ല വണ്ണമില്ലാത്തവർക്കാകുമ്പോൾ കുറച്ചുകൂടി ഷേപ്പ് കിട്ടും. ഓക്കെ, ഇപ്പോൾ സ്ലീവും കൂടി അടിച്ച് ഞാൻ 2 സൈഡ് നമുക്ക് കൂട്ടിയടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവും കൂടി അടിച്ച് എടുത്തിട്ട് ഇനി 2 സൈഡും കൂട്ടി അടിച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് 2 സൈഡും കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ തൂങ്ങിയിരിക്കാതിരിക്കാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് ഈക്വലായിട്ട് ആയിരിക്കില്ല ഇരിക്കുക. അപ്പോൾ നമുക്കതൊന്ന് അടിയൊന്ന് ട്രിം ചെയ്ത് അതുപോലെ തന്നെ സൈഡ് തൂങ്ങാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടി മടക്കി അടിച്ചാൽ നമ്മുടെ കുർത്തി റെഡിയായി. കട്ടിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ സാധാരണ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന നെക്ക് ഡിസൈൻ ആണെങ്കിലും ഇതിൽ ചെയ്തെടുക്കാം. നെക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. മെയിനായിട്ട് ഇതിൽ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് ആണ്. അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ്, നല്ലൊരു ഷേപ്പ് കിട്ടും കുർത്തിക്ക്. പിന്നെ അത്യാവശ്യം ഞാൻ ഒത്തിരി നന്നായി വണ്ണം വെച്ചിട്ടുണ്ട്. വെക്കേഷനൊക്കെ ആയപ്പോൾ വീട്ടിലിരുന്ന് അങ്ങനെ വണ്ണം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് ചെസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ, ഹിപ്പിലോട്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഞാനിങ്ങനെ ശരീരം മൊത്തം വള്ളമുകൊണ്ട് എനിക്ക് എത്രയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇട്ടുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. സൈഡൊന്നും ഒട്ടും തൂങ്ങിയിട്ടില്ല കണ്ടോ. നമ്മൾ ചരിച്ച് വെട്ടിയതുകൊണ്ട് സൈഡൊന്നും ഒട്ടും തൂങ്ങിയിട്ടില്ല. അത് കണ്ടോ, പ്രിൻസസ് കട്ടിൻ്റെ മാർക്ക് കാണുന്നുണ്ട്, ജോയിൻറ്റ് കാണുന്നുണ്ടോ. അപ്പോൾ അതൊന്നും ഇട്ട് ഞാൻ അതേ കാണിക്കേണ്ടത് കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും പ്രിൻസസ് നോർമൽ കുർത്തി ഇടുമ്പോൾ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല കണ്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഒതുങ്ങി, പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ താഴെ കണ്ടോ, താഴെ ഇങ്ങനെ ഒതുങ്ങി നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കുന്നുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു എ ലൈനാണ്, സ്ലിറ്റ് കുർത്തിയല്ല, അതൊരു എ ലൈനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കട്ടിങ് വീഡിയോ ഇപ്പം മുകളിൽ കാണാം യൂട്യൂബിലുള്ളവർക്ക്. താങ്ക് യു.